ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലിവിങ് വിത്ത് അസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ എന്തെങ്കിലും നോക്കുന്നത്? നമ്മൾ എന്താണ് അമ്മ പറ? ഇന്ന് ജിമ്മിൽ ഞങ്ങൾ ഓണം സെലിബ്രേഷൻ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഞാനും അമ്മയും രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ജിമ്മിൽ ഓണം ആഘോഷിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പിന്നെ ചേട്ടൻ ഇന്നും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വരിക. എന്നെ അമ്മേനെ ജിമ്മിൽ ഇറക്കാനാണ് ഏട്ടൻ വരുന്നത്. അപ്പോൾ ഏട്ടൻ ആ വഴിക്ക് പോകും. അങ്ങനെ ജിമ്മിൽ ഞങ്ങൾ എത്തിയപ്പോഴാണ് ഇവിടെ അരിയലും വരയ്ക്കലും ഒക്കെ തുടങ്ങുന്നുള്ളൂ. സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് കോച്ച് ഇവിടുത്തെ. മുന്നേ കണ്ടിട്ടുണ്ട്. അതെ അതെ, പൊക്കാൻ പറ്റാത്തത്. എനിക്കെപ്പോഴും അമ്മയാണ് സാരി ഉടുത്തരിക. എന്നാലേ എനിക്കൊരു വൃത്തി കിട്ടുള്ളൂ. ഇങ്ങനെയൊരു സീൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും ഒത്ത് ഓണപ്പൂക്കളിട്ടതൊക്കെയാണ് ഓർമ്മ വന്നത്. കാരണം പിന്നീട് അങ്ങോട്ട് മിക്സഡിലല്ലായിരുന്നു ഞാൻ പഠിച്ചത്, വുമൺസ് കോളേജിലായിരുന്നു. അപ്പം ഈ ഒരു വൈബ് കാണുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ഓർമ്മകളൊക്കെ മനസ്സിൽ വന്നു. കാരണം 1 തൊട്ട് 10 വരെ ഞാൻ മിക്സഡ് സ്കൂളിലായിരുന്നു പഠിച്ചത്. ഇതുപോലുള്ള ഓണക്കാലങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഒത്തുചേർന്ന് പൂവിടുന്നതും പൂവരിയുന്നതും അതൊക്കെ ഒരു നല്ലൊരു രസമുള്ളൊരു ഏർപ്പാടായിരുന്നു. ഹലോ, പ്ലീസ്. നമ്മൾ ഓണാഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഒത്തുകൂടിയിരിക്കുന്നത്. നല്ലൊരു ഓണപ്പൂക്കളുണ്ട്. എല്ലാവരും നല്ല സുന്ദരനും സുന്ദരികളുമായിട്ട് എല്ലാവരും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കൃഷി കിരൺ അവരൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അവരുടെയും കൂടെ ആ ഒരു എന്താ പറയുക പ്രോത്സാഹനവും പിന്നെ അവരുടെ ആവേശകരമായ അറേഞ്ച്മെന്റ്സ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ മറ്റേ ഓണാഘോഷം ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡയറ്റ് പ്രശ്നമില്ല കേട്ടോ. എല്ലാവർക്കും സദ്യയൊക്കെ നന്നായിട്ട് കഴിക്കും. ഇന്ന് ഡയറ്റ് പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ? ഡയറ്റ് പ്രശ്നമില്ല. അപ്പോ ഇന്നിവിടെ ഈ ഓണാഘോഷത്തിൽ മിക്ക ഗെയിംസ് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗെയിംസ് കൂടാതെ പിന്നെ പാട്ട്, ഡാൻസ് അതൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലുള്ള പിന്നെ മറ്റേ കലാബോധങ്ങളും കലാവാസനകളും എല്ലാം ഇവിടെ പ്രകടിപ്പിക്കാൻ പറ്റും. അപ്പൊ ആരൊക്കെയാന്ന് വെച്ചാൽ എല്ലാവരും മുമ്പോട്ട് വരുന്നത്. ഞാൻ ഫസ്റ്റ് നമ്മുടെ ഋഷിയെ ഞാൻ ആദ്യം ക്ഷണിക്കുന്നു. ഋഷിക്ക് 2 വാക്ക് നിങ്ങൾക്ക് പറയാനുണ്ട് കേട്ടോ. ഹലോ, ഇങ്ങനെ മൈക്കിലൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. എന്നാലും പറയാം, ഈ പറഞ്ഞ എല്ലാവർക്കും ശരിക്കും നന്ദി. കാരണം ഇത്ര വലിയ പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഓണം സെലിബ്രേഷൻ ശരണം തുടങ്ങുന്നത് പറയുമ്പോൾ നമ്മൾ ആരും ഉണ്ടാവില്ല, അത്ര പേരൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ 2 പ്രാവശ്യമൊക്കെ എന്താ പറയുക 30 ആൾക്കാർ 20 ആൾക്കാർ അത്ര ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഓണാക്കിയ സമയത്ത് ഓൾമോസ്റ്റ് 75-80 ആൾക്കാർ. കാരണം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടും പരിപാടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അത് നിങ്ങളുടെ യൂണിറ്റിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഇവിടെ കൊടുക്കുന്ന വൈബിന് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് ആണ് നമുക്ക്. നമ്മുടെ ട്രെയിനേഴ്സ് ആയി കഴിഞ്ഞാലും ഞാനായി കഴിഞ്ഞാലും ഈ ജിമ്മിൽ നമ്മൾ കൊടുക്കുന്ന വൈബിന് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് ആണ് ഇത്രയും ആൾക്കാർ വന്നത്. ഇനിയും ആൾക്കാർ വരാനുണ്ട്. 75 ആൾക്കാർ വരാനുണ്ട്. ശരിക്കും താങ്ക് യു. അപ്പൊ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിരഞ്ജന സോങ്. We're
windows once you go down. You must be crazy if you think that I'ma slow down. But wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. It's the whip, quick clip, get the guns out. Dropping bodies in the place till the sun's out. Can't fuck with me, so don't even try. When the bullets fly, I'm the last one to die.
ഇത് കഴിഞ്ഞിട്ട് റിസീവ് ഉണ്ടോ? അങ്ങനെ അന്താക്ഷരിയൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. സദ്യ കഴിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല, എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസം കൂടിയായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ജിമ്മിലെ ഓണം തകർത്തു ഞങ്ങൾ.